സിസ്റ്റർ, നമ്മൾ ഇന്ന് തിരക്ക് പിടിച്ചൊരു ലോകത്താണ്. എല്ലാവരും എവിടെ നോക്കിയാലും പരസ്പരം ചിരിക്കാൻ പോലും നേരമില്ലാത്ത കുറേ മനുഷ്യരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബിസി ലൈഫിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓരോരുത്തരുടെയും ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇവരുടെ മെൻ്റൽ ഹെൽത്തും ഈ ഓടുന്നവരുടെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അത് പലപ്പോഴും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് പലപ്പോഴും വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? എനിക്കതിന് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. കാരണം ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന പലരിലും ഞാൻ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, സിസ്റ്റർ ഒന്ന് ശ്വാസം വിടാൻ പോലും നേരമില്ല. ആകെ ഇങ്ങനെ നമ്മൾ ഡ്രെയിൻഡായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. കടന്നു പോകുന്ന ഒന്നിനെയും നമ്മൾ പറയുന്ന സ്പർശിക്കാതെ കടന്നു പോകുന്ന ഒരു ജീവിതമായിട്ടൊക്കെ വരുവാണ്. അപ്പൊ ആകെ ഭയങ്കരമായിട്ടും അത് മനസ്സിനെ അലട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വരും. ഇതിൽ കൂടുതലായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ദേഷ്യം, അമിതമായിട്ടുള്ള ആങ്കർ ഔട്ട് ബേസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നവരെ സംബന്ധിച്ചാണ്. ഒരിക്കലും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. പരസ്പരം നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവരാണ്. എനിക്ക് അവരെ കുറച്ച് നാളുകളായിട്ട് അറിയാവുന്നവരാണ്. നല്ലൊരു ഫാമിലി ലൈഫ് നടത്തുന്നു, കുട്ടികളുണ്ട്, കുട്ടികളുടെ 3 പേരുടെയും കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നു ഒക്കെയാണ്. പക്ഷെ ഒരിക്കലും അവർ പറഞ്ഞു, ഒരു കൺസൾട്ടേഷൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒന്നൊരു ഫ്രീ ടോക്കിന് വേണ്ടിയിട്ടൊന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് വരികയാണെന്ന് പറഞ്ഞാണ് അവർ വരുന്നത്. ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫ് പറഞ്ഞു, ഹസ്ബൻഡിന് ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുന്ന പ്രകൃതമുണ്ട്, ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കുന്നത് എന്തിനാന്ന് പോലും പറയാൻ പറ്റുന്നില്ല. ഇതെല്ലാം കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പുള്ളി പറയും, അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പാളിപ്പോവുകയാണ്. ഓഫീസിലും അത് പാളിപ്പോകുന്നു, കുട്ടികളുടെ ഇടയിലും കൈവിട്ടു പോകുന്നു, സാധനങ്ങളൊക്കെ പുള്ളി ഇതുവരെ ഉപയോഗിക്കാത്ത രീതിയിലുള്ള ലാംഗ്വേജസ് ഉപയോഗിക്കുന്നു, സാധനങ്ങൾ വലിച്ചെറിയുന്നു. അപ്പം ദേഷ്യം കൂടുന്നുണ്ടെന്ന് തന്നെ മനസ്സിലായി. അപ്പം എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്ക് തന്നെ അറിയാം, ഈ ബിസി സ്കെഡ്യൂളാണ്. വളരെ കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ഒരു കണ്ടിന്യൂസ് അവേഴ്സ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒത്തിരി വർക്ക് ചെയ്താൽ പോലും അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കുറേ ഫീഡ്ബാക്കുകൾ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓവർ ടൈം ഈ സ്ക്രീനിൻ്റെ മുൻപിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് കാര്യങ്ങളൊക്കെ പുള്ളിക്ക് കുറഞ്ഞു. കാരണം ടൈം ഇല്ലാത്തത് കൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അതും പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഈ വൈഫിന് സുഖമില്ലാതെ വന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു. സോ മൾട്ടി ടാസ്കിൽ എന്ന് നമ്മൾ പറയും, അതായത് ഒത്തിരി കാര്യങ്ങൾ ഒരേ സമയം ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം നമ്മുടെ ഈ ഒരു ബിസി ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പലപ്പോഴും ഈ ഇമോഷണൽ ഡ്രെയിൻഡ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അതായത് അവര് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു പെരുമാറ്റത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്നതാകാം, പെട്ടെന്ന് സങ്കടം വരുന്നതാകാം. അപ്പം വേറൊരു കൂട്ടർ വന്നപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ കാര്യം, ഒരു ടീച്ചറാണ്, കോളേജിൽ പഠിപ്പിക്കുവാണ്. പുള്ളി പറഞ്ഞ, സിസ്റ്റർ എന്താണെന്ന് അറിയത്തില്ല, എനിക്കങ്ങ് വിഷമം വന്നിട്ട് ഞാൻ പിള്ളേരുടെ മുമ്പിൽ വെച്ച് പോലും ഞാൻ കരഞ്ഞുപോയി. ഒരിക്കലും അങ്ങനെ ഒരു മുഖം കാണിക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന ഒരാളാണ്. പക്ഷേ പലപ്പോഴും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവില്ല അല്ലെ, എവിടെയാണ് തനിക്ക് പ്രശ്നം വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ആകെ ഡിപ്രസ്ഡ് ആവാന്നുള്ളതല്ലാതെ ഏത് പ്രശ്നം കൊണ്ടാണെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയാണ്. അവർ മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ വല്ലാത്തൊരു ഫ്രസ്ട്രേഷനിൽ നിൽക്കുവാണ്, സ്ട്രെസ്സിൽ നിൽക്കുവാണ്, കാര്യങ്ങൾ ഒത്തിരി ചെയ്ത് തീർക്കാൻ പറ്റാതെ വരുന്നു. ഫിസിക്കലി നമ്മൾ പറയുന്ന ഈ ശരീരം കൊണ്ട് എനിക്ക് ഓടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ വരാറുണ്ട്. അപ്പം അവർക്കറിയാം ഈ ഒരു വളരെ പാക്ഡ് ആയിട്ടുള്ള അവരുടെ ഒരു ടൈം സ്കെഡ്യൂൾ തന്നെയാണ് ഇതിന് പ്രശ്നമെന്ന് അറിയാം. പലപ്പോഴും ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നുണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ ദേ ആർ ഹെൽപ്ലെസ്. അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മളെ സഹായിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ പറ്റണമെന്നില്ല.
അപ്പം അവിടെ നമുക്ക് നമ്മളെ ആദ്യം നമ്മൾ പറയുന്ന ഒരു സെൽഫ് ലവ്, സെൽഫ് എംപത്തി, ഒരു ടെക്നിക്ക് തന്നെയുണ്ട് സൈക്കോളജിയിലെ ഒരു ഇന്റർവെൻഷൻ പാറ്റേൺ തെറാപ്പിയാണ് ഒരു സെൽഫ് കമ്പാഷൻ. നമുക്ക് നമ്മളോട് കാണിക്കുന്ന ഒരു അനുകമ്പ. അപ്പൊ അവിടെയാണ് ഈ ഡൗൺ ടൈമിന്റെ ഒക്കെ ആവശ്യം വരുന്നത്. ഡൗൺ ടൈം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്കെഡ്യൂളിൽ നിന്ന് നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കി നമ്മൾ തന്നെ ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും പലരും നമ്മുടെ ഇടയ്ക്ക് വരുന്ന ക്ലയൻസ് പറയുന്നൊരു കാര്യം, സിസ്റ്റർ എനിക്കിത് മനസ്സിലാകുന്നുണ്ട്, ശ്വാസം പോലും വിടാതെ ഞാനിങ്ങനെ ഓടുവാണെന്ന് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്നവര് ഇതിനൊന്നും മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. കാരണം എല്ലാവരും ബിസി ലൈഫിലാണ്, എല്ലാവർക്കും ഒത്തിരിയേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഈ ഓവർ റെസ്പോൺസിബിലിറ്റി ഒക്കെ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ബേൺ ഔട്ടായി പോകുന്ന ആൾക്കാരാണ് ഈ അതോറിറ്റി ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൽ, അല്ലെങ്കിൽ ഒരു കോളേജിന്റെ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ അധികാരത്തിലിരിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഈ ഓർഗനൈസേഷനെ മുഴുവനും ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകണം. അത് വല്ലാത്തൊരു കാര്യമാണ്. ഇപ്പം ഒരു പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു ഓടുന്ന ലോകമായിട്ടാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. കാരണം പണ്ടൊക്കെ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും ജോലികളൊക്കെ കഴിഞ്ഞ് അയൽവക്കക്കാരോടൊക്കെ ഒന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണെങ്കിലും മറ്റുള്ളവരോടൊന്ന് സംസാരിച്ച്, ഇവൺ കിലോമീറ്ററുകളോളം നടന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെന്ന് ബസ്സൊക്കെ കയറി പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത് പറ്റുന്നില്ല നമുക്ക്. അപ്പൊ എവിടെ അതിന് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഇനിയും പുറകോട്ട് പോകണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രമാത്രം സാധ്യമാകും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ ഒരു ബിസി ലൈഫിനെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതചര്യകളെ നമ്മൾ ഓരോരുത്തരും മാറ്റുക എന്ന് മാത്രമേ ഇതിന് ഒരു പ്രതിവിധിയായിട്ടുള്ളൂ.